മാഷേ, പഴയതൊന്നും ഓർക്കാൻ മാഷ് ആഗ്രഹിക്കുന്നില്ലെന്നറിയാം, ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി നെറികേട് കാണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഏത് കുറ്റകൃത്യവും നോർമലൈസ് ചെയ്യാനുള്ള ഇവരുടെ തത്രപ്പാട് തീവ്രത കൂടും. കെ ശൈലജ ചൂണ്ടിക്കാട്ടിയതുപോലെ മാഷിന് നേരെയുണ്ടായ വധശ്രമക്കേസിൽ നിരപരാധികളെ ആണോ നമ്മുടെ കോടതി ശിക്ഷിച്ചത്? പി ജയരാജൻ പറഞ്ഞത് മാഷ് കേട്ടല്ലോ. അതായത് ഈ ശിക്ഷിക്കപ്പെട്ടവരിൽ 2 പേർ അധ്യാപകരാണ്, ദീർഘകാലം കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരാണ് എന്ന്. അപ്പോൾ സദാനന്ദൻ മാസ്റ്റർ ആരായിരുന്നു? അത് ജയരാജനും ശൈലജ ടീച്ചർക്കും ഒരു വിഷയമേ അല്ലേ? സദാനന്ദൻ മാസ്റ്റർ. ശ്രീ അനിൽ നമ്പ്യാർ, നമസ്കാരം. ഈ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സംവാദത്തിന് നിമിത്തമായി തീർന്ന ആൾ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനിൽ നമ്പ്യാരുമായും എൻ്റെ ബഹുമാന്യരായ സഹപാനലിസ്റ്റുകളുമായും ബഹുമാന്യരായ പ്രേക്ഷകരുമായും പങ്കുവയ്ക്കാനുണ്ട്. ആദ്യമേ തന്നെ പറയാം, ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ എൻ്റെ നേരെയുണ്ടായ ആക്രമണം അതൊരൊറ്റപ്പെട്ട ആക്രമണമായിരുന്നില്ല. സംഘടിതമായ ആക്രമണങ്ങളിലൂടെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും സംഘപ്രസ്ഥാനങ്ങളുടെ വളർച്ച തടയണം എന്ന ആസൂത്രിതമായ ലക്ഷ്യത്തോടുകൂടി CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിൽ ഒന്നായിരുന്നു എൻ്റെ നേരെയുണ്ടായ ആക്രമണം. പക്ഷേ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രസ്ഥാനവും എന്തുകൊണ്ടെന്നാൽ 1969 തലശ്ശേരിക്കടുത്ത് വാടിക്കൽ രാമകൃഷ്ണൻ എന്നു പേരുള്ള സംഘകാര്യകർത്താവ് ഒരു കുറ്റവും ചെയ്യാതെ, എന്നാൽ CPIMന്റെ നിർവചനപ്രകാരം RSSന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന ഒരു കുറ്റം ചെയ്തതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടതോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിൽ കൊലപാതക പരമ്പരകൾ ആരംഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി പൊതുവെ സമാധാനം കൈവരിച്ച സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കി സമൂഹത്തിൽ ഇതുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന ആളുകളിലും അല്ലാത്തവരിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത് എന്ന നിർബന്ധം എൻ്റെ പ്രസ്ഥാനത്തിനുമുണ്ട്, എനിക്കുമുണ്ട് സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ ഞാൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അനേകം മാധ്യമ സഹോദരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനും ആശയ വിനിമയത്തിനുമൊക്കെയായി എന്നെ സമീപിച്ചിരുന്നു. അപ്പം അവർക്കറിയേണ്ടിയിരുന്നത് അക്രമരാഷ്ട്രീയത്തിന്റെ ഒരു ഇര എന്ന നിലയിൽ അതുകൊണ്ട് മാത്രം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരാളാണ് എന്നൊരു തോന്നൽ വരുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഒക്കെയാണ് അവരിൽ നിന്ന് ദൗർഭാഗ്യകരമായി ഉണ്ടായത് എന്നെനിക്ക് പറയേണ്ടി വരുന്നു. അപ്പോഴൊക്കെ ഞാൻ കൊടുത്ത മറുപടി, രാജ്യസഭയിലേക്ക് നോമിനേഷൻ നടത്തിയത് അല്ലെങ്കിൽ എന്നെ നിർദ്ദേശിച്ചത് അക്രമരാഷ്ട്രീയത്തിന് വിധേയനായ സഹതാപം അർഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അതിനൊരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഇരിക്കട്ടെ ഒരു MP സ്ഥാനം എന്ന നിലയ്ക്കേ അല്ല. മാത്രവുമല്ല, എൻ്റെ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം നാം മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലും അത് ചർച്ച ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്ത് മനുഷ്യ മനസ്സുകളെ അസ്വസ്ഥമാക്കണം എന്ന ഉദ്ദേശത്തോടെയല്ല. മാത്രവുമല്ല, ഈ ഒരുപക്ഷെ എൻ്റെ നാമനിർദ്ദേശത്തിലൂടെ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമെങ്കിലും അതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കൂടുതലായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. ആ ഓർമ്മപ്പെടുത്തലുകളെ ചോദ്യം ചെയ്യാനായി ചില ആളുകൾ രംഗത്ത് വരും. ഓർമ്മപ്പെടുത്തലിലൂടെ സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരായി ചിത്രീകരിക്കപ്പെടും എന്നൊരു അപകർഷതാ ബോധം ചിലരെ ബാധിക്കും.
അത് മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർക്ക് വിളിച്ചു പറയേണ്ടി വരും. പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മറുവാദങ്ങൾ ഉയർന്നു വരും. അത് നാം ആഗ്രഹിക്കാത്ത തലങ്ങളിലേക്ക് വളർന്നു വികസിക്കും എന്ന് ന്യായമായും ആശങ്കയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ വിഷയം നമ്മൾ ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ അതാണ് കാരണം. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, എന്റെ നാമനിർദ്ദേശം വന്ന ദിവസം തന്നെ കേരളത്തിലെ CPIM-ന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും, അതിലൂടെ ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി അതിന് കൊള്ളാത്ത ഒരാളാണ്, ഒരു ഗുണ്ടാ നേതാവാണ്, ഒരു ക്രിമിനലാണ് എന്ന നിലയ്ക്കൊക്കെ ഒരു ചാനൽ, അവരുടെ സ്വന്തം ചാനൽ 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ആ ദിവസം തന്നെ, നോട്ടിഫിക്കേഷൻ വന്ന അതേ ദിവസം പ്രസിദ്ധപ്പെടുത്തിയത്. എത്ര ദൗർഭാഗ്യകരമാണെന്ന് നോക്കൂ. വേണമെങ്കിൽ എനിക്കോ എന്റെ പ്രസ്ഥാനത്തിനോ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. കാരണം അത് ആത്യന്തികമായി CPIM-നെ തന്നെയാണ് ദോഷകരമായി ബാധിക്കുക. കാരണം നാട്ടുകാർക്കൊക്കെ ബോധ്യമുള്ളതാണ്, ഈ CPIM എന്ന പാർട്ടി അവരുടെ ഔദ്യോഗിക നയമായി തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിലും പാർട്ടി നയങ്ങൾക്ക് വിധേയരാവാത്ത ആളുകളെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധരാവാത്ത ആളുകളെ, സ്വതന്ത്ര ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകളെ, ഒരു കാലത്ത് പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും പിന്നീട് അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി മറ്റു തരത്തിൽ പാർട്ടിയെ വിമർശിക്കാനും തയ്യാറായി വരുന്ന ആളുകളെയൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നാട്ടുകാർക്കൊക്കെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ച കൊണ്ട് ആത്യന്തികമായി ദോഷം വരുത്തുന്നത് ഈ പാർട്ടിക്ക് തന്നെയാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാതെ അവർ വീണ്ടും അനാവശ്യമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഏതായാലും ചർച്ച ചെയ്യപ്പെട്ടു, അവർ തുടങ്ങിവെച്ചു. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കും പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോഴുണ്ടായ ഒടുവിലത്തെ സംഭവം, എന്റെ കേസ് എല്ലാവർക്കും അറിയാം, ഇതിനകം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 1994 ജനുവരി മാസം 25-ാം തീയതിയാണ് എന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം ഉണ്ടായ സന്ദർഭത്തിൽ സ്വാഭാവികമാണ് പോലീസ് നടപടികൾ ഉണ്ടാകുന്നു. പിന്നെ കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്, അതേ തുടർന്ന് കേരളത്തിൽ ടാഡ അനുസരിച്ചുള്ള നിയമം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ ടാഡ അനുസരിച്ചുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാർജ് ചെയ്ത ഒരു കേസാണ് എന്റെ നേരെയുള്ള ആക്രമണം. ആ ടാഡ അനുസരിച്ച് ചാർജ് ചെയ്തതിന് ശേഷം ഒരുപാട് സങ്കീർണതകളുണ്ടായി. കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢമായ പരിശ്രമം ഒരു ഭാഗത്ത് അരങ്ങേറിയിരുന്നു. എന്റെ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറായ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് അത്തരം ചില നീക്കങ്ങൾ ഉണ്ടായതായി ന്യായമായും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഏതായാലും ആ ശ്രമങ്ങളൊക്കെ നടന്നു. എങ്കിലും കേസിൽ പ്രതികൾ ഉണ്ടായി. എന്റെ മരണമൊഴിയും, ഞാനന്ന് ആക്രമിക്കപ്പെട്ടതിന് ശേഷം തലശ്ശേരി ആശുപത്രിയിൽ അന്നത്തെ ജഡ്ജ് ബഹുമാന്യനായ ശ്രീ ഉബൈദ്, അദ്ദേഹമാണ് എന്റെ മരണമൊഴി രേഖപ്പെടുത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണം, ഇതിന്റെയൊക്കെ ഫലമായി 12 പേരെയാണ് പ്രതികളായി ചേർത്തത്. അതിൽ 4 പേര് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് കുറ്റവാളികളായവരാണ്. അവരെ വെറുതെ വിടുകയും കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട 8 പേരെ വിചാരണ കോടതി തന്നെ ശിക്ഷിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിനിടയിൽ ഈ കേസിൽപ്പെട്ട ഒരു പ്രതി ഗൾഫിലേക്ക് പോവുകയും പിന്നീട് അങ്ങനെയുള്ള ഒരുപാട് സങ്കീർണതകളുണ്ടായി. ഞാൻ വിസ്തരഭയത്താൽ അതൊന്നും പരാമർശിക്കുന്നില്ല. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി വിധി വന്നത് ഈ കുറ്റവാളികൾ 8 പേര് 100% കുറ്റവാളികൾ തന്നെയാണ്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കണം. 7 വർഷത്തെ തടവാണ്, വെറും തടവാണ് അന്ന് ശിക്ഷിച്ചത്. 25,000 രൂപ വെച്ച് പിഴയും. പിന്നീട് അവർ സെഷൻസ് കോർട്ടിൽ അപ്പീലുമായി പോയി. CPIM-ന്റെ ആളുകൾ തന്നെയാണ് അപ്പീലായിട്ട് പോയത്. സെഷൻസ് കോടതി ശിക്ഷ ശരിവെക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകുന്നു അവര്. ഹൈക്കോടതിയും വിധി ശരിവെക്കുന്നു. മാത്രവുമല്ല, ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അവർ നടത്തിയ അപ്പീൽ കൊടുത്തതിൽ അവർ വെച്ച അപേക്ഷ, ഈ പ്രതികളൊക്കെ അന്ന് 31 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അന്ന് ഇന്നത്തെ പ്രതികളായ ആളുകൾക്കെല്ലാം ഒരു 30 വയസ്സ്, 32 വയസ്സ്, അല്ലെങ്കിൽ 28 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളാണ്. അവർക്ക് ഇപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമായി. അപ്പൊ ഈ ഒരു കാര്യം, പ്രായാധിക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇളവ് വേണം എന്നവർ കോടതിയുടെ മുമ്പിൽ അപേക്ഷ വെച്ചു. അതുപോലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് തന്നെ. പക്ഷെ കോടതി നിരീക്ഷിച്ചത്, കോടതിയുടെ ഏതാണ്ട് ഒരു 38 പേജാണ് കോടതി വിധിന്യായം. ആ 38 പേജിൽ ഏറ്റവും പ്രസക്തമായ, ശ്രദ്ധേയമായ ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന് ലഭ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നി 1-2 പരാമർശങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്ന്,
പ്രായാധിക്യവും ഒക്കെ സൂചിപ്പിച്ച് ശിക്ഷയിൽ ഇളവ് ചോദിക്കുന്നത് യാതൊരു യുക്തിയുമില്ലാത്തതാണ്. അത് അനുവദനീയമല്ല. കാരണം ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നടത്തിയ ആളുകൾ, അത് ഏതു പ്രായത്തിൽപ്പെട്ടവരോ ആകട്ടെ, അവർ ഏതെങ്കിലും തരത്തിൽ ഇളവ് അർഹിക്കുന്നവരാണെന്ന് കോടതി കണ്ടെത്തിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. കുറ്റവാളികൾ തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, രാഷ്ട്രീയം നമ്മൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആയുധം കൊണ്ടല്ല, തെരുവിൽ ആയുധമെടുത്തുള്ള പോരാട്ടമല്ല രാഷ്ട്രീയം, മറിച്ച് ജനസേവനമാണ്, ആശയം കൊണ്ടുള്ള പോരാട്ടമാണ് നടത്തേണ്ടത്. ഇവിടെ ആശയം കൊണ്ടുള്ള പോരാട്ടത്തിന് പകരം ആയുധം കൊണ്ട് ഒരാശയത്തിന്റെ വക്താവായ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആക്രമിച്ച് 2 കാലുകളും അരിഞ്ഞെടുത്ത് കൊല്ലാക്കൊല ചെയ്തു എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അത് അങ്ങേയറ്റം അപരാധമാണ്. ആ അപരാധത്തിന് മാപ്പർഹിക്കുന്നില്ല എന്ന പരാമർശമാണ് കോടതി നടത്തിയത്. പ്രസക്തമായ മറ്റൊരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്, ഈ കേസിൽ അപ്പീൽ പോയതൊക്കെ പ്രതികളുടെ ഭാഗത്തു നിന്നാണ്. എന്റെ ഭാഗത്ത് നിന്ന് കക്ഷി ചേരുക എന്നുള്ള ഒരു ഇത് മാത്രമാണ്. പക്ഷേ കോടതി പറയുന്നു, ഇത്രയും ഭീകരമായ ആക്രമണത്തിന് വിധേയനായ ഒരു പൗരന് വേണ്ടി കൂടുതൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ അപ്പീൽ പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ അപ്പീൽ പോകാതിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന ഒരു ചോദ്യത്തിലാണ് കോടതിയുടെ ആ പരാമർശം ചെന്ന് നിൽക്കുന്നത്. മാത്രവുമല്ല, ശിക്ഷാവിധി അതിൽ 7 വർഷം എന്നുള്ളത് കഠിന തടവാക്കി മാറ്റുകയും ഇവരുടെ ഈ പറഞ്ഞതുപോലെ പ്രായാധിക്യം ഒരു ഘട്ടത്തിൽ പ്രായാധിക്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നുണ്ട് ഇവര്. ഈ ശിക്ഷ അപര്യാപ്തമാണ്. എന്നാൽ കൂടുതൽ കാലം ശിക്ഷിക്കാൻ കോടതി സന്നദ്ധമാകുന്നില്ല. പക്ഷേ പിഴത്തുകയിൽ ഇരട്ടി വർധനവ്, 25,000 രൂപ ഒരാൾ വെച്ച് എന്നുള്ളത് 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ ശ്രദ്ധേയമായ അനേകം മറ്റു പരാമർശങ്ങളുമുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഈ നിലയ്ക്കൊക്കെ വിചാരണ കോടതി, അത് കഴിഞ്ഞ് സെഷൻസ് കോടതി, അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ഈ വിധി വന്നതിന് ശേഷം കഴിഞ്ഞ ജനുവരി മാസം 29-നാണ് വിധി വന്നത്. 1-2 ദിവസം കൊണ്ട് അത് പൊതുജനങ്ങൾ അറിയുകയും ചെയ്തു, മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ. തുടർന്ന് അവർ വലിയ തോതിൽ ഈ കേസിൽ നിന്ന് വരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അത് നാട്ടിലൊക്കെ ചർച്ചയായ കാര്യമാണ്, എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. പക്ഷേ സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ഈ കേസ് തള്ളുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ അനുഭവിച്ചിരുന്ന ജാമ്യം ഹൈക്കോടതി റദ്ദാക്കുകയും ഇവർ കോടതിയിൽ ഹാജരാവണം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. അങ്ങനെ അവർ കോടതിയിൽ ഹാജരായി. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ മാസം 4-ാം തീയതി, ആഗസ്റ്റ് മാസം 4-ാം തീയതി അവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അതോടുകൂടി തീരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ CPIM ആണല്ലോ പാർട്ടി, ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ തനി സ്വഭാവം പുറത്തു വന്നു. വലിയ തോതിൽ ആരവങ്ങളും മുദ്രാവാക്യങ്ങളുമൊക്കെയായി ഇവരെ യാത്രയക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർക്ക് വേണ്ടി നിങ്ങളാണ് ഞങ്ങളെ നയിച്ചത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തർത്ഥത്തിലാണ് ഇവർ ഞങ്ങളെ നയിച്ചു എന്ന് പറയുന്നത് എന്നൊക്കെ. ആ മുദ്രാവാക്യം വിളിമുഴക്കുന്നു, പാർട്ടി ഓഫീസിൽ യാത്രയയപ്പ് നൽകുന്നു. അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാകാൻ പോയപ്പോൾ കോടതി വളപ്പിൽ അവർക്ക് സ്വീകരണം ഒരുക്കുന്നു. കോടതി വളപ്പിലെ സ്വീകരണത്തിന് നേതൃത്വം കൊടുത്തത് വനിതാ കോടതിയുടെ ഉപദേശക സമിതി അംഗമായ MV സരളയാണെന്ന് നമ്മൾ ഓർക്കണം. കോടതി ഉപദേശക സമിതി, ജയിൽ ഉപദേശക സമിതി അംഗമായിട്ടുള്ള MV സരളയാണ് കോടതി മുറ്റത്തെ സ്വീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സെൻട്രൽ ജയിലിൽ ഇവരെ കൊണ്ടുപോകുമ്പോൾ അവിടെ സ്വീകരണവും യാത്രയപ്പ് എന്താണോ എന്നറിയില്ല, സ്വീകരണമാണോ യാത്രയപ്പാണോ എന്താണെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത്, ഇവരെ ആലിംഗനം ചെയ്യുന്നതും ആശ്വസിപ്പിക്കുന്നതും കൈ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതുമൊക്കെ രാജ്യസഭാ MP കൂടിയായിരുന്ന, നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ച് 100% അറിവുള്ള CPIM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയായ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ശ്രീ KK രാഗേഷാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവർ ഈ കുറ്റവാളികളാണ് എന്ന് കോടതി ഏകസ്വരത്തിൽ കണ്ടെത്തിയ ഈ ആളുകളെ അവരുടെ മനസ്സ് തകരാതെ, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമ്പോൾ സ്വാഭാവികമാണല്ലോ, മനുഷ്യരാണല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അവരുടെ സങ്കടമോ അല്ലെങ്കിൽ ഖേദമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലുമൊക്കെയുള്ള മറ്റു പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മനംമാറ്റത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ആളുകളെ ശിക്ഷിക്കുന്നതും ജയിലിൽ
ജയിലിലേക്ക് അയക്കുന്നതും. മനംമാറ്റം ഉണ്ടാകുന്നതിന് പകരം ചെയ്ത കൊടും പാതകം വലിയ മഹത്തായ ഒരു സംഭവമായിരുന്നു എന്ന് ഇവർക്ക് തോന്നാനും ഇവരെ അനുവർത്തിക്കുന്ന മറ്റ് പാർട്ടി അണികൾക്ക് ഇനിയും ഇതുപോലുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, കർത്തവ്യം എന്ന് മനഃപൂർവ്വം തന്നെ ഉപയോഗിക്കുകയാണ് പാർട്ടി നിർവചനം അനുസരിച്ച്, പാർട്ടിക്ക് വേണ്ടിയുള്ള കർത്തവ്യമാണല്ലോ. അപ്പൊ അങ്ങനെ നിർവഹിക്കേണ്ടി വരുമ്പോൾ പാർട്ടി ഞങ്ങളോടൊപ്പമുണ്ട്, നേതാക്കൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന ഒരു തോന്നൽ, ഇനിയുള്ള കാലങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന ഒരു മാനസികമായ സജ്ജീകരണം പാർട്ടി അണികളിൽ ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വേഷം കെട്ടലുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരാരും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാത്തവരോ അങ്ങനെ ചിന്തിക്കാത്തവരോ അല്ല. പക്ഷെ എന്നിട്ട് പോലും ഇവർ ഇതിനിറങ്ങി പുറപ്പെടുന്നു. ഞാൻ ഇക്കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അതായത് ബാക്കി MV സരളിയുടെ കാര്യം ഇരിക്കട്ടെ, KK രാഗേഷിന്റെ കാര്യം ഇരിക്കട്ടെ, ശൈലജ ടീച്ചർ എനിക്ക് വളരെ അടുപ്പമുള്ള CPIM-ന്റെ നേതാവാണ്. ഞങ്ങൾ കൂത്തുപറമ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ച ആളുകളാണ്. ഞാൻ പഠിച്ച ശിവപുരം ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്ന ആളാണ് KK ശൈലജ ടീച്ചർ. വളരെ സ്നേഹപൂർണ്ണമായി എന്നോട് ഇടപഴകുന്ന ആൾ കൂടിയാണ്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയമാണ്, പരസ്പരം വിമർശിയൊക്കെ ശരിയാണ്. പക്ഷേ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അവർ എൻ്റെ MLA ആണ്. ഞാൻ ഉൾപ്പെടുന്ന മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. എൻ്റെ MLA ആണ്. എനിക്ക് വേണ്ടി നിൽക്കേണ്ട ആളാണ് ശൈലജ ടീച്ചർ. കാരണം ഞാൻ ആ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ട ഈ ദുരന്തത്തിൽ എന്നോട് അനുതാപം പ്രകടിപ്പിക്കുകയോ എൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യേണ്ട ടീച്ചർ എന്നെ ഈ പരുവത്തിലാക്കിയ, ടീച്ചറുടെ പാർട്ടിക്കാരാണ്, ഓക്കെ, സമ്മതിച്ചു. ടീച്ചർക്ക് സ്വകാര്യ സന്ദർശനത്തിൽ അവരുടെ വീട്ടുകാരെ പോയി കാണാം. പക്ഷെ പരസ്യമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് വരുന്നത് അതൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഞാൻ ഇവരുടെ കൂടെയാണ്, ഇവരുടെ കൂടെയുണ്ട്. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കാര്യവിവരമുള്ളവരൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. സന്തോഷകരമാണ്. മാധ്യമങ്ങളും അതുപോലെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന അനേകം ആളുകളും, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും, രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ, അഭിഭാഷക പ്രമുഖന്മാരുമൊക്കെ അതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരെയും ബാധിക്കുന്നില്ല. അതുകൊണ്ടൊന്നും നിങ്ങൾ തളരരുത് എന്ന ഉറച്ച നിശ്ചയത്തോടു കൂടിയാണ് ഇന്ന് സഖാവ് P. ജയരാജന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. പറ്റുമെങ്കിൽ ഞാനും പോകുമായിരുന്നു ഈ ഇങ്ങനെയുള്ള ടീച്ചർ ഇന്നലെ ഒരുവിധം തട്ടലും മുട്ടലും ഒന്നും ഇല്ലാത്ത തരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നുമല്ല. ടീച്ചർ അത് മനസ്സോടുകൂടി തന്നെ പോയതാണ് എന്ന് വരുത്താനുള്ള പരിശ്രമം കൂടി ജയരാജന്റെ ഭാഗത്ത്. അത് ടീച്ചറെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്താനാണോ എന്നെനിക്കറിയില്ല. ടീച്ചർ അകപ്പെട്ട ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സന്തോഷിക്കുന്നവർ ആ പാർട്ടിയിൽ തന്നെ ഉണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനിൽ നമ്പ്യാർ മറ്റൊരു കാര്യം കൂടി ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ട ഒന്ന്, ഇപ്പൊ ജയരാജൻ പറഞ്ഞത് ഇവരൊക്കെ വളരെ നല്ല ആളുകളാണ്, എനിക്കറിയുന്ന ആളുകളാണ്. ഈ 8 പേരും എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു പരിചയിച്ച ആളുകളാണ്. ഇവർ അധ്യാപകരാണ്, ഒരു മാന്യന്മാരാണ്, ഒക്കെ ശരി, സമ്മതിച്ച് അവരെങ്ങനെ പറയട്ടെ. പക്ഷെ എനിക്കറിയാം ഇവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവർ നാട്ടിൽ ചെയ്തിരുന്നത് എന്നൊക്കെ എനിക്കറിയാവുന്നതാണ്. വളരെ ചെറുപ്പം തൊട്ടേ ഇവരെ കണ്ടു വളർന്നതാണ്. ഒരു ഘട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഇടപഴകി നടന്ന ഒരാളുകൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഒന്നിച്ച് കിടന്നവനെ രാപ്പനി അറിയാം എന്ന് പറഞ്ഞതുപോലെ എനിക്കിവരെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ആകെ കൂടി ഒന്നേ പറയാനുള്ളൂ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സദ്ബുദ്ധി CPIM നേതൃത്വത്തിന് ഉണ്ടാകണം എന്നതാണ് എനിക്ക് ആദ്യ ഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ മാഷേ.